വ്യക്തമായ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കാൻ സംസ്ഥാനത്തോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സംസ്ഥാന സർക്കാരും കാണുന്നത്. ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങളുടെ വിശദമായ കണക്ക് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. എല്ലാ മേഖലകളും പ്രത്യേകമായി സൂചിപ്പിക്കും. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർണ്ണമായ ഇടപെടൽ പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി 24 വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, തൊഴിൽ നഷ്ടത്തെക്കുറിച്ച്, തൊഴിൽ ശാക്തീകരണത്തിന് വേണ്ടി നടപ്പിലാക്കേണ്ട സംഭവങ്ങളെക്കുറിച്ച്, കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന കേരളത്തിൽ ദേശീയ തലത്തിലുള്ള ഏജൻസികളെ കേരളത്തിലേക്ക് വിടുകയും കേരളത്തിന് പ്രത്യേക ശാക്തീകരണം ഉണ്ടാക്കാനുള്ള സഹായം ഉണ്ടാക്കുകയും ചെയ്യണം. കാലാവസ്ഥാ പ്രവചനത്തിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് കേന്ദ്രം കിടക്കണം. ഇതെല്ലാ കാര്യങ്ങളും കേരളത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുഭാവപൂർണ്ണമായിട്ടുള്ള പരിഗണനയാണ് അദ്ദേഹം പറഞ്ഞത്. വിശദമായി കാര്യങ്ങളെല്ലാം നോക്കി കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ഡിസാസ്റ്ററിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയും അദ്ദേഹവും തന്നെ ഞങ്ങളോടുള്ള ചർച്ചയിൽ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. ദുരന്തഭൂമിയിൽ പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശനം നടത്തിയത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് എന്ന്, വലിയ പ്രതീക്ഷ അതിലുണ്ട് എന്ന് മന്ത്രി OR കേളു പ്രതികരിച്ചു. ഒരു ദേശീയ ദുരന്തമായിട്ട് തന്നെ ഇതിനെ കാണണം, എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ വേണം എന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് പറയുകയും പ്രധാനമന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ള എഫക്റ്റ് സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തണം. വിദ്യാഭ്യാസ കാര്യങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലേക്കാണ്. വയനാടിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേന്ദ്രം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ പ്രത്യേകിച്ച് വയനാടിനൊരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടത് തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ള ഇരകളുടെ പുനരധിവാസം, അടുത്ത ആ ഏരിയയിൽ താമസിക്കുന്ന അപകടകരമായ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പുനരധിവാസം, കേരളത്തിൽ ഇനി ഇത്രയും ഒരു ദുരന്തങ്ങൾ ഉണ്ടാകില്ല. ദുരന്തങ്ങൾ ഉണ്ടാകും. ആ ദുരന്തങ്ങളിൽ ഇത്രയും മനുഷ്യരും ഇത്രയും സ്വത്തുക്കളും നഷ്ടപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. പ്രധാനമന്ത്രി കേരളത്തെ ചേർത്ത് പിടിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. വയനാടിന്റെ പുനരധിവാസം കേരളത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, കേന്ദ്ര സഹായം ഉറപ്പാക്കുമെന്നും K സുരേന്ദ്രൻ. പണം ഒരു തടസ്സമാവില്ല കേരളത്തിന്റെ വയനാടിന്റെ പുനരധിവാസത്തിന് എന്നുള്ള വ്യക്തമായ സൂചനയാണ് പ്രധാനമന്ത്രി നൽകിയത്. കേരളം കൃത്യമായ ഹോംവർക്ക് നടത്തി മെമ്മോറാണ്ടം നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാരും ഉദ്യോഗസ്ഥരും മന്ത്രിസഭാ ഉപസമിതിയുമെല്ലാം ആ നിലയിൽ കൃത്യമായ പഠനം നടത്തി ഉണ്ടായ നഷ്ടത്തെ സംബന്ധിച്ച് ശാസ്ത്രീയമായ തെളിവെടുപ്പ് നടത്തി നിയമപരമായ വഴിയിലൂടെ അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിന് പണം ഒരു തടസ്സമാവില്ല. വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. കേരളത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, ഹൃദയത്തിൽ കേരളത്തെ സൂക്ഷിക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ്